വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഇടപെടുന്ന നിമിഷമാണ്. ഈശോ തന്നതല്ലാതെ മറ്റെന്തുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ? നമുക്ക് എന്താണ് നമുക്കുള്ളത്? നമുക്ക് എളിമയോടുകൂടെ ഈ ആരാധനയുടെ നിമിഷങ്ങളിലായിരിക്കാം. ആത്മാവിൽ എളിമയെ അനുഭവിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവ് വചനത്തിലൂടെ അരുളി ചെയ്യുകയാണ്. വീണ്ടും പൗലോസ്ലീഹ പറയുന്നു, നീ എത്ര ഉന്നതനാണെങ്കിലും നിന്നെ തന്നെ എളിമപ്പെടുത്താനായിട്ട് കർത്താവ് പറയുന്നു. സ്നേഹതല്ലവരെ, ഈ ആരാധനയുടെ നിമിഷം നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ സാന്നിധ്യമാണ് ഇവിടെ ആയിരിക്കുന്നതെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ നമുക്കിവിടെ ആയിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ശക്തമായി ദൈവം നമ്മളെ സഹായിക്കുന്ന നിമിഷമാണ് ഈ ആരാധന. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ആരാധനയായി മാറട്ടെ. തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവമേ, എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അനേക മാലാഖമാരും വിശുദ്ധരും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്. പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷമാണ്. നമുക്ക് ശക്തമായിട്ട് കർത്താവിന് ആരാധന സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അധികാരനായ ദൈവം ഈ അപ്പത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ കർത്താവിന് ആരാധന സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ, ഈ തിരുവോസ്തിയിൽ പ്രപഞ്ചത്തെ ഉരുവാക്കിയ ഒരു ദൈവമുണ്ട്. കാറ്റിനെയും കടലിനെയും ശാസിച്ച ഒരു തമ്പുരാൻ ഈ അപ്പത്തിന്റെ രൂപത്തിൽ ഇതിലുണ്ട് എന്ന് ഉറച്ച ബോധ്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ സ്വർഗം മുഴുവനും പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്ന ആ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ഇടയനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് നമുക്ക് ആരാധന സമർപ്പിക്കാം. എല്ലാവർക്കും ചേർന്ന് പാടാം. ഈശോ നമ്മൾ ഒത്തിരിയേറെ സൗഖ്യപ്പെടുന്ന നിമിഷമാണ്. നീ എത്ര തകർന്ന ഹൃദയവുമായിട്ടാണെങ്കിലും ഈ ദേവാലയത്തിൽ വന്നതെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിമിഷമാണ്. നിന്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്ന് നിനക്കൊരു പുതിയ വെളിച്ചം തരുന്ന നിമിഷമാണ്. സ്നേഹം അതരങ്ങളോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഈ കാലത്ത് നീരടിനോടൊപ്പം നമുക്ക് ചേരാം. എല്ലാവരും ചേർന്ന് പാടിക്കുന്നു. അതരങ്ങൾ നമ്മൾ പാടിക്കുന്നു. ഈശോ നമുക്ക് നാവറത്തില്ലേ നമ്മുടെ ജീവിതത്തിൽ ഈശോ സമീപസ്ഥനാണ് എന്ന് വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ ആ സാന്നിധ്യം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്രാഹത്തിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. Israel